ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേഷ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ഇന്നലെ നമ്മൾ എന്താണോ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞിട്ടുള്ളത് എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? സോ ഞാനത് വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറയല്ല. ഇന്നലെ ഞാൻ എന്താണ് മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ചുമ്മാ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇന്നലെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ തന്നെ നോക്കാം. ആൻഡ് അതല്ലാതെ ഇന്നത്തെ ഡിസ്കഷൻ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആവാൻ സാധ്യതയുണ്ട്, കുറച്ചുകൂടി ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം നാളെ നമ്മുടെ ബജറ്റാണ്. സോ നമുക്ക് ബജറ്റിന്റെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യട്ടെ അല്ലേ? സോ ബജറ്റിന്റെ സ്ട്രാറ്റജി ഞാൻ അത് തന്നെയാണ് ഈ വീഡിയോക്ക് തമ്പനയിലായിട്ട് കൊടുക്കാൻ പോകുന്നത്. സോ ബജറ്റിനായിട്ട് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നിങ്ങൾ ആ ബജറ്റിന്റെ സ്ട്രാറ്റജി ഒന്നും തപ്പിപ്പോണ്ട. എന്താണ് പ്രീവിയസ് ബജറ്റിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു 2-3 വർഷത്തെ ചാർട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും. സോ അതിനു മുമ്പുള്ള ചാർട്ടിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ചാർട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം തീരുമാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും മോദിജി തന്നെ ആയിരിക്കും അടുത്ത പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരിക, അല്ലെങ്കിൽ BJP ഗവൺമെന്റിനെ ആയിരിക്കും വരിക എന്നുള്ള ഒരു ചിന്ത ഓൾറെഡി ഇന്ത്യയിൽ ഒട്ടുമിക്ക ജനങ്ങളുടെയും ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ആ ഒരു രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് ഇൻഫാക്ട് ഉള്ള കാര്യമാണ്. ബട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു ഗവൺമെന്റും ബഡ്ജറ്റ് മോശമായിട്ട് തോന്നുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യൂല. അതായത് ഫിനാൻസ് മിനിസ്റ്റർ അത് റീഡ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ നല്ല കേൾക്കാൻ സുഖമില്ല, നല്ല രസമുള്ള ബജറ്റ് തന്നെ ആയിരിക്കും. ബട്ട് ബജറ്റിന്റെ അത് പബ്ലിഷ് ചെയ്തതിനു ശേഷം ബജറ്റിനെ ഇഴകീറി പരിശോധിക്കുമ്പോഴാണ് അതിനകത്തുള്ള പ്രശ്നങ്ങൾ മനസ്സിലായി തുടങ്ങുക. സോ ആ ഒരു സമയത്താണ് റിയൽ മൊമെന്റം സ്റ്റാർട്ടായി തുടങ്ങുക. അതായത് ഏകദേശം 1 മണി ആ ഒരു സമയമൊക്കെ ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ടായി തുടങ്ങുക. സോ അത് മാത്രമാണോ പ്രശ്നം? അല്ല. അത് മാത്രമല്ലാത്ത വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ ഇന്നലത്തെ അനാലിസിസ് എന്തായിരുന്നു, നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ളവരാണെന്നുണ്ടെങ്കിൽ നോക്കൂ. ഓക്കെ, നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് അതല്ല ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നാളത്തെ ഡിസ്കഷനിലേക്കും പോവാം. ഓക്കെ, ഇപ്പൊ നമ്മളുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഞാൻ ഇന്നലെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു ലെവൽ തന്നെയാണ്. ഞാൻ ഇന്നലെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 45,000 എന്നുള്ള ലെവൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഫർദർ ബ്രേക്ക് ഡൗൺ ഇതിന്റെ താഴെ ഒരു 30 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ 50 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം എന്നുള്ളത്. ആൻഡ് ഈ ഒരു ലെവലിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റ് ഇതിന്റെ ഉള്ളിൽ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ നല്ല ഒരു മൊമെന്റം, ക്ലിയർ കട്ട് മൊമെന്റം, നല്ല ഒരു മൊമെന്റം എന്ന് എടുത്തെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പോയിന്റ് തന്നെയാണ് എന്റെ ട്രേഡ് വന്നിട്ടുള്ളത്. ഞാൻ ഇനീഷ്യലി ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റിലായിരുന്നു. ഞാൻ നോക്കി നിൽക്കെ ആ ഒരു പ്രീമിയം ഒരു 100+ പോയിന്റ്സ് അങ്ങോട്ട് ഷൂട്ട് ചെയ്തു. സോ ആ ഒരു സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടിയത്. സോ ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. 1 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ടൊരു ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ഒരു ചെറിയ ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ കാണാം. ഞാൻ ആ ഒരു പാറ്റേണാണ് ഇന്ന് ട്രേഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് തലപോക്കണ അനാലിസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നു മാർക്കറ്റ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ ബ്രേക്ക് ഔട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. ആൻഡ് അത് നല്ലൊരു മൊമെന്റം തന്നെ തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനുശേഷം ഞാൻ ഇവിടെ ഈ ഒരു മൊമെന്റം കൂൾ ഓഫ് ആയ ഒരു സമയത്ത് ഞാൻ ഇവിടെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റൺവേ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഒന്ന് വിസിബിൾ ആയിരുന്നു. സോ ഇതിനെ ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വന്നിട്ട് ചെറിയൊരു റിവേഴ്സൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് അതിനുശേഷവും നല്ലൊരു മൊമെന്റം കാണിച്ചു. ആൻഡ് ഇവിടെ ഇതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് സൈഡ് വേസ് മാനറിലേക്ക് പോയി എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ കൺസോൾട്ടേഷൻ ലെവലിലേക്ക് മാർക്കറ്റ് പോയി എന്നുള്ളതാണ്. സോ നാളത്തേക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് ഒക്കെ മാർക്കറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഓവർ ആയിട്ടുള്ള അനാലിസോ ഓവർ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്ത് വെക്കേണ്ട കാര്യം വരുന്നില്ല. ബട്ട് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ഓപ്ഷൻ ചെയിനിലേക്കാണ് പോകുന്നത്. നാളെ ഇങ്ങനെ ഒരു ഇവന്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഓപ്ഷൻ ചെയിനിലേക്ക് പോകുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അല്ലേ? സോ നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ നമുക്ക് ഇന്ന് ഈ ഒരു ലെവലിന്, അതായത് 21,750 എന്നുള്ള ഒരു ലെവലിനെ ATM ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 113 ആൻഡ് അതേപോലെ തന്നെ 152 പോയിന്റ്സ്.
കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? 113ഉം 152 പോയിന്റ്സും ആണ് പ്രീമിയം ഉള്ളത്. അതായത് ഏകദേശം കമ്പൈൻഡ് പ്രീമിയം ആയിട്ടുള്ളത് 155, 65, 265 പോയിന്റ്സ് ആണ് അറ്റ് ദ മണിയിൽ കമ്പൈൻഡ് പ്രീമിയം ഉള്ളത്. എങ്ങനെയുണ്ട്? സോ എന്തായിരിക്കും നാളെ നമ്മളുടെ ഡയറക്ഷൻ റോങ് ആയി പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്? സോ നാളെ ഇനിയിപ്പം ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ഒരാളാണ്, ചെയ്ത് ശീലമില്ല എന്നുണ്ടെങ്കിലും നാളെ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസിനെ, സിസ്റ്റം സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. കാരണം നാളെ ഒരു ഇവന്റ് ഡേ ആണ്. ഈ പ്രീമിയം മൊത്തത്തിൽ നാളെ തീർന്നു പോകാനുള്ളതാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് ഇനി വേറെ അതിനേക്കാളും വലിയൊരു കോമഡി ഞാൻ കാണിച്ചു തരാം. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ പുതിയ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ബാങ്ക് നിഫ്റ്റി എന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി എന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, 46,000 അറ്റ് ദ മണിയാണ് അല്ലേ? 46,000. സോ സോറി, ഇത് എക്സ്പയറി സെയിം എക്സ്പയറി ആണ്. ആൻഡ് 31 Jan, 7 February, 46,000. സോ 46,000 നമ്മൾ അറ്റ് ദ മണി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 720 and 600 ഏകദേശം എത്രയായി? 1320 പോയിന്റ് കമ്പൈൻഡ് പ്രീമിയം രണ്ടിലും കൂടെ. സോ നിങ്ങളുടെ ഡയറക്ഷൻ റോങ് ആയി കഴിഞ്ഞാൽ എന്താവും സംഭവിക്കുക? കാശ് പോകുന്ന വഴി കാണൂല. സോ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം നാളത്തെ ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ഫസ്റ്റ് തിങ് പറയാനുള്ളത്, നാളെ നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യുക. റിസ്ക് വൺസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാണ്ടിരിക്കുക. റിസ്ക് ആപ്പിറ്റൈറ്റ് തീർന്നാൽ ആവശ്യമില്ലാതെ വാശി പിടിച്ച് മാർക്കറ്റിൽ തല്ലുകൂടാണ്ടിരിക്കുക. നാളെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസം. കാരണം നാളെ ഇലക്ഷൻ ബജറ്റ് തീർന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ബജറ്റ് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ IB കൂൾ ഓഫ് ആവാനുണ്ട് ആൻഡ് ഇന്ത്യ വിക്സും കൂൾ ഓഫ് ആവാനുണ്ട്. ഇത് രണ്ടും ആവുമ്പോഴേക്കും ഒരു ഓപ്ഷൻ ബയർ ഓൾമോസ്റ്റ് ചത്തതിന് സമം എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ടാവും. ടു ബി ഫ്രാങ്ക്, സോ നാളെ അത് ചെയ്യാണ്ടിരിക്കുക. എഗെയിൻ ഞാൻ ഓർമ്മപ്പെടുത്താണ്. സോ സിസ്റ്റം സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നാളെ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോവാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മൾ ബജറ്റിന് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ? സി, ഞാനിപ്പോൾ ഉള്ളത് 24, ഓക്കെ, ഇന്നത്തെ ദിവസം അല്ലേ? സോ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൈറ്റിന്റെ പ്ലാറ്റ്ഫോമിലുള്ളത് 21, 31. ഓക്കെ, ഇപ്പൊ ഞാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് February 1, 2021 കേട്ടോ. സോ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ ഒരു 11 മണി വരെ മാർക്കറ്റ് എന്തായിരുന്നു? ഒരു ഷോർട്ട് റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഏകദേശം ഒരു ഷോർട്ട് റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് അതിനുശേഷം ചെറുതായിട്ടൊരു വോൾട്ടൈലിറ്റി കാണിച്ചു ആൻഡ് ഒരു വൺ ഡയറക്ഷണൽ മൂവ്മെന്റ് കാണിച്ചു ഫസ്റ്റ് ഡേ അല്ലേ? അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കാണിച്ചു, അതായത് 21 അല്ലേ? സോ ഇനി 20 കിട്ടുമോ നോക്കാലോ നമുക്കൊന്ന്. 20 ഇതൊരു 21 ഒരു ഡയറക്ഷണൽ മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? ആൻഡ് 20 സംഭവിച്ചത് എന്താണ്? ഒരു പ്രോപ്പർ ഒരു സൈഡ് വൈസ് തന്നെയായിരുന്നു, ഒരു സൈഡ് വൈസ് രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 എന്താ സംഭവിച്ചിട്ടുള്ളത്? 22 ഓക്കെ, 22 Jan 31. 22 ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിയേ. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ 21 കണ്ട അതേപോലെ തന്നെ ഒരു റേഞ്ച് ഉണ്ടാക്കി. ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഡൗൺ തന്നു, റീടെസ്റ്റ് തന്നു, ഒരു നല്ല ഫോള് മാർക്കറ്റ് കാണിച്ചു. ആൻഡ് 1 മണി ആ ഒരു സമയമായപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആയി. സോ ബജറ്റിൽ ആളുകൾ കണ്ടതല്ല അല്ലെങ്കിൽ ആളുകൾ കേട്ടതല്ല മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ബജറ്റ് പ്രസന്റ് ആയതിനു ശേഷം അതിനെ ഇഴകീറ് പരിശോധിച്ചതിന് ശേഷമാണ് മാർക്കറ്റ് എന്തുണ്ടായിട്ടുള്ളത്? റിയൽ സ്വഭാവം കാണിച്ചത്. സോ ട്രെൻഡ് റിവേഴ്സലിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഏതൊരു സമയത്ത്? ഏകദേശം 1 മണിയൊക്കെ ആവുമ്പം ട്രെൻഡ് റിവേഴ്സലിന്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ എഗെയിൻ ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പൊ നമ്മളുള്ളത് 22 ഞാൻ 23 പോവാണ്. 23 കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. 23 എന്താ സംഭവിച്ചിട്ടുള്ളത്? സെയിം എക്സാക്ട് കാര്യമല്ല സംഭവിക്കുന്നത്. മാർക്കറ്റ് ഒരു റേഞ്ച് ഉണ്ടാക്കി. ആ റേഞ്ചിന്റെ കൺസോൾട്ടേഷൻ കുറച്ചുകൂടി വലുതായിരുന്നു, കുറച്ച് ചെറുതായിരുന്നു തൊട്ട് മുമ്പത്തെ വർഷത്തിനേക്കാൾ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഒന്ന് മുകളിലേക്ക് പോയി റീടെസ്റ്റ് തന്നു, നല്ല ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് സെയിം ഉച്ച ആയപ്പോഴേക്ക് പരിപാടി എന്തായി? നേരെ തിരിച്ചു വന്നു. സോ
ഒരു ഉച്ചരയ്ക്ക് ആകുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സലുള്ള സാധ്യത അവിടെയുണ്ട്. കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രീവിയസ്ലിയുള്ള 3-4 ചാർട്ട് വെച്ചിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാണാനും പറ്റുന്നുണ്ട്. സോ എന്തായിരിക്കണം നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ, എന്താണ് മാർക്കറ്റിന്റെ ബിഹേവിയർ എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്. സോ ഇവിടെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നാളെ മാർക്കറ്റിൽ മോർണിംഗിൽ ഒരു 11 o'clock വരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ഏതൊരു റേഞ്ചിന്റെ? സോ നമുക്ക് ഇവിടെ ഈ ഒരു റേഞ്ചിനെ മാർക്ക് ചെയ്യാം. 45,900 എന്നുള്ള ലെവലിനെ മാർക്ക് ചെയ്യാം. ആൻഡ് അതിന്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 46,125 അല്ലെങ്കിൽ 150 എന്നുള്ള ലെവൽ. ഈ ലെവൽ രണ്ടും നമുക്ക് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ള ലെവലാണ്. സോ ഈ ഒരു 2 ലെവലിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തതിനു ശേഷം മിക്കവാറും ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇനീഷ്യലി കുറച്ചൊന്ന് മുകളിലേക്ക് പോയാലും അഗ്രസീവ് ആവാണ്ടിരിക്കുക. ഒരു 11 o'clock വരെ മാർക്കറ്റിന്റെ മൊമെന്റം എന്ന് പറയുന്നത് സൈഡ് വൈസ് ആണ്. പ്രീവിയസ് ബജറ്റിന്റെ ഡേയ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടു ബി ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു 3-4 ബജറ്റ് മുമ്പും 3-4 വർഷം മുമ്പ് തുടക്കത്തിലാണ് ഞാൻ ബജറ്റ് ഡേയിലേക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ അതിന് മുമ്പുള്ള ബജറ്റ് ഡേയിൽ ചുമ്മാ മാർക്കറ്റിൽ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അത് പോകുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് വാശിയും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരും. സോ അതിനിടയിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് സെക്ടേഴ്സിന് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്, ഒരുപാട് സെക്ടേഴ്സിന് നെഗറ്റീവായിട്ട് വരാനും സാധ്യതയുണ്ട്. പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രീൻ എനർജിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ ഇത് വരാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ടാക്സേഷന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ഇത് വരാൻ പോകുന്നുണ്ട് പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിഗരറ്റിന്റെ ടാക്സിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. കൂട്ടുകയാണെന്ന് പറയുന്നുണ്ട്. കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ITC എന്തായാലും പ്രശ്നം വരും. ITC പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നിഫ്റ്റിയിലെയും ബാധിക്കും. കാരണം ITC നിഫ്റ്റിയിലെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിൽ പെട്ടതാണ്. ആൻഡ് അതുപോലെ തന്നെ അടുത്ത ഒരു കേസ് വരാൻ പോകുന്നത് ട്രേഡേഴ്സിന് ടാക്സേഷൻ്റെ ഇഷ്യൂ വരാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ മാർക്കറ്റിൽ വോളറ്റൈലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് എങ്ങനെയായിരിക്കും പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ബേസിക് ബ്ലൂ പ്രിൻ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ, അതായത് മോർണിംഗിൽ ഉണ്ടാക്കുന്ന റേഞ്ച് എന്താണോ ആ ഒരു റേഞ്ചിൽ മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാൻ വിടുക. നിങ്ങളൊരു ഓപ്ഷൻ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ്, ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെൽ സൈഡിലേക്കുള്ള ട്രേഡ് നിങ്ങൾക്ക് എടുക്കാം. 11 o'clock അല്ലെങ്കിൽ 10:30 വരെയുള്ള സമയം വരെ, അതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അതുവരെ നിങ്ങൾക്ക് ആ സെല്ലേഴ്സ് ആയിരിക്കും മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ എങ്ങോട്ടാണോ മൊമെന്റം കാണിക്കുന്നത് അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ പ്രീവിയസ് ചാർട്ട്സ് നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. സോ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റത്തിൽ ആ ഒരു എൻ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, എങ്ങനെ എൻ പാറ്റേൺ, ഇവിടെ മാർക്കറ്റ് ബജറ്റ് കേൾക്കുന്നത് വരെ ഇങ്ങനെ നിന്നു, എഗെയിൻ ഒന്ന് മുകളിലേക്ക് പോയി റീടെസ്റ്റിന് വന്നു, എഗെയിൻ ബ്രേക്ക് ചെയ്യുന്ന ആ എൻ പാറ്റേണിൽ വെച്ചിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം. എത്ര മണി വരെ? ഏകദേശം ഒരു 12:30 വരെ നമുക്ക് ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് സേ ഒരു 1 മണി വരെ മാക്സിമം നമ്മൾ ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്യാം. ആൻഡ് അതിനുശേഷം സ്ട്രിക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം സ്റ്റോപ്പ് ലോസിനെ വെച്ചിട്ട് കിടന്നുറങ്ങാൻ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള പണി മാർക്കറ്റിൽ എടുക്കാൻ നിൽക്കണ്ട. ആൻഡ് ട്രെൻഡ് റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ, ട്രെൻഡ് റിവേഴ്സൽ പ്രീവിയസ് 2 ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അവിടെയും ഒരു ക്യാച്ച് ഉള്ള എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ പല രീതിയിലുള്ള ട്രേഡേഴ്സ് ഉണ്ട് അല്ലേ. സോ പോസിറ്റീവ് സെന്റിമെന്റിൽ മാർക്കറ്റിനെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അതുപോലെ തന്നെ മാർക്കറ്റിനെ താഴേക്ക് വലിച്ചിടാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. സോ അതിനിടയിൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റും കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ ആഫ്റ്റർനൂണിൽ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മോർണിംഗിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഫിറ്റിന്റെ ചെറിയൊരു പെർസെൻറ്റേജ് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ ട്രേഡിംഗ് പ്ലാൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതേ പറഞ്ഞ പ്രകാരം തന്നെയായിരിക്കും. കാത്തിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം വരുന്ന ബ്രേക്ക്ഔട്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിലും താഴേക്കാണെന്നുണ്ടെങ്കിലും ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു SL കിട്ടിക്കഴിഞ്ഞാൽ വൈൻഡ് അപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പരിപാടി. ആൻഡ് അതല്ല, പ്രോപ്പറായിട്ട് വേറെ എന്തെങ്കിലും സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 130 ശേഷം 110, 115 ശേഷം പ്രോപ്പറായിട്ട് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ചെറിയ ട്രേഡിനെങ്കിലും പ്ലാൻ ചെയ്യുന്നതാണ്. സോ എന്തെങ്കിലും ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ മാത്രമേ ഉള്ളൂ. സോ ജോയിൻ ചെയ്യുക. അവിടെ ഞാൻ എന്താണോ എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഞാൻ കാണുന്നത് അതിനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 1-2 ദിവസമൊന്നും ഞാൻ അത്ര ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോ നാളെ എന്തായാലും ഞാനത് മാക്സിമം ട്രൈ ചെയ്യാം. ആൻഡ് സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 45,900 എന്നുള്ള പോയിന്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ 46,140, 130 എന്നുള്ള പോയിന്റ് ആണ്. സോ 45,900 മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 650 എന്നുള്ള ലെവൽ തന്നെയാണ്. 650
ആൻഡ് 650യുടെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 500 എന്നുള്ള ലെവലിലേക്ക് വരും. ആൻഡ് അതിനുശേഷം ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ട് മാർക്കറ്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ ഇഴയൊരു പരിശോധിച്ചതിന് ശേഷം ഉള്ള റിവേഴ്സലിനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് മാർക്കറ്റ് 150 എന്നുള്ള ലെവലിന് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 450 എന്നുള്ള ടാർഗറ്റ് വരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതൊരു വൺ ഡയറക്ഷണൽ മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 450 400 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം. 400 നമുക്ക് വാച്ച് ചെയ്യാം. സോ ഇവിടെയാണ് മാർക്കറ്റിന് അടുത്തായിട്ടുള്ളൊരു ചെറിയൊരു ഹഡിൽ വരാൻ പോകുന്നത്. സോ അതുവരെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇനി എന്താണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും സെയിം സിനാരിയോ തന്നെയാണ്. വെയിറ്റ് ചെയ്യുക, ഒരു 11 മണി വരെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്താൽ മാത്രം ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ആൻഡ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതല്ല ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ കിരികിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂഷ്വലി എടുക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ 10-1 ക്വാണ്ടിറ്റിയിൽ മാത്രമേ നാളെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ക്വാണ്ടിറ്റി വളരെ കുറച്ച് വേണം നാളെ ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിട്ട്. അതിൻ്റെ തന്നെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ പാടുള്ളൂ. റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അതിനകത്ത് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണോ കിട്ടുന്ന ക്വാണ്ടിറ്റി അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു വലിയ മൊമെന്റം പോസിബിൾ ആണ്. സോ അതിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിൽ അനാലിസിസ് സെയിം ആണ്. നിഫ്റ്റിയിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത്. ആൻഡ് നിഫ്റ്റിയുടെ പ്രീവിയസ് ചാർട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. സോ നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് 2 ലെവൽസ് മാർക്കറ്റ് തന്നെ ഇന്ന് ഐഡന്റിഫൈ ചെയ്ത് കൈ തന്നിട്ടുണ്ട്. സോ നിഫ്റ്റി ഇന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിന്റെ ഉള്ളിൽ തന്നെ ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. സോ എഗെയിൻ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,760 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 21,760. സോ 21,760ക്കും ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ, 21,650. ഈ ഒരു 2 റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് തന്ന് റീടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീടെസ്റ്റിൽ നമുക്ക് നല്ലൊരു ട്രേഡിന് പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ് മൊമെന്റം ഉണ്ടാവുക. അത് 1 o'clock ഒക്കെ ആകുമ്പോൾ തന്നെ ഒരു റിവേഴ്സലിന്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ 750 എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടുത്തതായിട്ട് ഹഡിലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. ഈ ഒരു നമ്മുടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ വാച്ച് ചെയ്യുക. അതായത് ഏകദേശം വരുന്നത് 21,850 എന്നുള്ള ലെവലിലാണ്. സോ 21,850നെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആ മൊമെന്റം അവിടെ ഹോൾഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ദ സെൻസ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 21,970 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ വാട്ട് ഇഫ് മാർക്കറ്റ് 650 എന്നുള്ള ലെവലിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലോ, താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 575 എന്നുള്ള ലെവലാണ്. അതിന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 500 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു 2 ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. ലൈക്ക് വെയിറ്റ് ചെയ്യുക, റേഞ്ച് ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുക, റേഞ്ച് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മുടെ HDFC ബാങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്? ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്ക് ആണ് പ്രോപ്പറായിട്ട് മാർക്കറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ആൻഡ് അതിനുശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ 1460 എന്നുള്ള ലെവൽ തന്നെയാണ് ക്രൂഷ്യൽ. ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ അഗൈൻ ചെറിയ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ICICI ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ അതേ ഒരു ലെവൽ തന്നെയാണ്. 1025 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ ഇനി ഒരു ബേസ് ആയിട്ട് എടുക്കാം. അതായത് 1065 എന്നുള്ള ലെവലിനെ 1065ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് മാത്രമാണ് ഭയങ്കരമായിട്ടുള്ള ബ്രേക്ക് ഔട്ടും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അഭ്യാസമൊന്നും കാണിക്കാഞ്ഞത്. സോ 1825നെ വാച്ച് ചെയ്യുക. 1825ന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നല്ല അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇൻഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1650 പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ്. അതിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ again ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ലെവലിനെ തന്നെയാണ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. 3780 എന്നുള്ള ലെവലിന് 3780യുടെ താഴെ മാത്രം വീക്ക്നസ് തപ്പാൻ പാടുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ റിലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിൽ ഈ ഒരു ലെവലിനെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 2810 എന്നുള്ള ലെവല്. സോ ആ ഒരു ലെവലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ അനാലിസിന്റെ ക്രക്സ് ഞാൻ വീണ്ടും പറയാണ്, അടങ്ങിയിരിക്കുക,
ലൈക്ക് ഒരു 11 മണി വരെ ഒരു സൈഡ് വേസ് മൊമെന്റത്തിലുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ യൂഷ്വലി നമുക്കൊരു റീടെസ്റ്റിന് വരാറുണ്ട്. സോ ആ റീടെസ്റ്റിന് ശേഷമുള്ള എൻ പാറ്റേണിലാവണം നമ്മുടെ ട്രേഡിന് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതിനുശേഷം 1 o'clock ആകുമ്പോഴേക്ക് നമ്മളുടെ ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ 75 to 80% നമ്മൾ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് അതിനുശേഷം നമുക്ക് 1:30 ശേഷം 1:30 ആ ഒരു അറൗണ്ട് ആ ഒരു സമയത്ത് ഒന്നെങ്കിൽ ഒരു പ്രോപ്പർ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സൽ, ഇത് രണ്ടും വരാനുള്ള പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. സോ ഈ കാര്യങ്ങൾ ചിന്തയിൽ ഉണ്ടാവണം. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രീമിയം നല്ല ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. എഗെയിൻ ഞാൻ പറയുന്നത് പ്രീമിയം നല്ല ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് കമ്പൈൻഡ് പ്രീമിയം. സോ നമ്മുടെ ഡയറക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ നല്ല വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്റ്റോപ്പ് ലോസ് കലത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ SL പ്രോപ്പർ ആക്കി ഇട്ടിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യാം. കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.